ഹലോ എവ്രി വൺ, വെൽക്കം ടു എപ്പിസോഡ് നമ്പർ 4. ഇനി ഞങ്ങൾ പോകുന്നത് അച്ഛൻ പ്രിൻസിപ്പലായി വർക്ക് ചെയ്യുന്ന മീമു അറ്റോൾ മടുവരി ഐലൻഡിലോട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം മീമു അറ്റോൾ മടുവരിയിലെത്തി. ഏതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ? ഇതിലാണോ അച്ഛൻ താമസിച്ചായിരുന്നു? ഓ ആ ഗ്രീനില്ലേ. മാൽദീവ്സിൽ സൗത്ത് സെൻട്രൽ സോണിലാണ് ഈ മീമു അറ്റോൾ. അതിൽ ഒരു ചെറിയ ഐലൻഡാണ് മടുവരി. ഈ ഒരു കാലത്ത് ഈ മടുവരി പറഞ്ഞ ഐലൻഡ് ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ മനുഷ്യവാസമുള്ള ഐലൻഡായിരുന്നു. പിന്നെ അതിൻ്റെ ബീച്ച് സൈഡൊക്കെ കുറച്ച് മണ്ണിട്ടിട്ട് വീണ്ടും അതിനെ വലുതാക്കി. മൂലുമാലയിൽ മണ്ണിട്ട് നിരത്തിയില്ലേ, അതേപോലെ ഈ ഐലൻഡിനെയും ആവശ്യമനുസരിച്ചിട്ട് വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഐലൻഡിലെത്തിയ അന്നത്തെ രാത്രി തന്നെ സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള നിഹാദ് ആൻഡ് വൈഫ് ഞങ്ങളെ ഡിന്നറിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊത്തുറോഷി, ചോക്ലേറ്റ് പുഡിംഗ്, മാലിവൻ ഡിഷ്, ബോക്കിബ, പൈനാപ്പിൾ ജ്യൂസ്. ഓക്കെ. ഇതാണ് അച്ഛൻ പ്രിൻസിപ്പലായി വർക്ക് ചെയ്യുന്ന സ്കൂൾ. ഞാനിവിടെ 1 മന്ത് വെക്കേഷന് വന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് ഗ്രേഡ് 1ലും ഗ്രേഡ് 2ലും ഒരു എക്സ്പീരിയൻസിന് വേണ്ടി സയൻസും മാത്സും ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ചെറുപ്പം മുതലേ ടീച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല എൻ്റെ ലൈഫിൽ ഫസ്റ്റായിട്ട് എനിക്കൊരു ടീച്ചിങ് എക്സ്പീരിയൻസും തന്ന സ്കൂളാണ് മടുവരി സ്കൂൾ. ആ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ സൂപ്പർവൈസർ സേവിയർ സാർ. ആൾ മലയാളിയാണ് കേട്ടോ. ആ കാണുന്നതാണ് ഇവിടുത്തെ വാട്ടർ പ്യൂരിഫിക്കേഷൻ യൂണിറ്റ് കേട്ടോ. ഇത് ഇന്ത്യൻ ഗവൺമെൻറ് സ്പോൺസർ ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ്. ഇത് നമ്മുടെ റെയിൻ വാട്ടറിനെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് മൊത്തം കളക്ട് ചെയ്ത് പ്യൂരിഫൈ ചെയ്തിട്ട് ഓരോരോ വീടുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇവിടുത്തെ പവർ ജനറേറ്റിംഗ് സ്റ്റേഷനാണ്. ഇവിടുന്നാണ് ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ് ചെയ്യാനിലേക്ക് പോകുന്നത്. അതാ പെനക്ക കോർപ്പറേഷൻ ലിമിറ്റഡ് മടുവരി ബ്രാഞ്ച്. പെനക്ക എന്ന് പറയുന്നത് സ്റ്റെൽക്കോ എന്ന് പറയുന്നതൊക്കെ ഇവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിയാണ്. ബോട്ട് ബിൽഡിംഗ് യാർഡ്. ഉള്ളിൽ കണ്ടോ ഒരു വലിയ ബോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഒരു ബോട്ട് ഇവിടെ, ഒരു ബോട്ട് അവിടെ ഉണ്ടോ? ഇവിടുത്തെ പെട്രോൾ പമ്പ് ഇവിടെ കാണാനില്ലേ? ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്. ഇതൊക്കെ പ്രൈവറ്റ് പാർട്ടീസിൻ്റെയാണ്. അത് ജമാലിക് തിയോബുദാം. ജമാലിക്കിൻ്റെ പേരാണ് അവിടെ. തിയോബുദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലിൻ്റെ ബോർഡാണ്. അപ്പോൾ ഈ കാണുന്ന ബീച്ചാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഐലൻഡിൽ പോവാറുള്ള സ്ഥലം. ആൻഡ് ആ കാണുന്നതാണ് ഞാൻ. ആ കാണുന്ന ഗ്രൗണ്ടിലാണ് അച്ഛനും അച്ഛൻ്റെ ടീമും ക്രിക്കറ്റ് കളിക്കാറ്.
ഇത് വളരെ ഒരു കൊച്ചു ഐലൻഡാണ്. ഡെവലപ്മെൻറ്റ് തുടങ്ങുന്നേ ഉള്ളൂ ഇവിടെയൊക്കെ. ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരു 20 വില്ലാസുള്ള ഒരു പ്രൈവറ്റ് ബീച്ച് വില്ലയാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ദരിയ എന്ന് പറയുന്നത് ഒരു ഫിഷിംഗ് ബോട്ടാണ്, നാഷണലിൻ്റെ ബോട്ടാണ്. ഇത് ഉള്ളിലേക്കൊക്കെ പോകണമെങ്കിൽ പോവാം. മുകളിൽ റെസ്റ്റോറൻ്റ് ആയിരുന്നു, ഞങ്ങൾ പണ്ടൊക്കെ വന്ന സമയത്ത് മുകളിലായിരുന്നു ഭക്ഷണം കഴിക്കാൻ. ഇതിൻ്റെ അകത്ത് താമസിക്കേ? ആ പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ മാൽദീവിയൻ ട്രഡീഷൻ ചെണ്ടയാണ്. ഇതിൻ്റെ പേര് ബൊഡു ബേരു എന്നാണ്. ഇതാണ് അച്ഛൻ്റെ ക്യാബിൻ. എനിക്ക് പിന്നെ ഇവിടെ ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം രാവിലെ ആയിക്കഴിഞ്ഞാൽ സ്കൂളിൽ വന്ന് കുട്ടികളെ പഠിപ്പിക്കും. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പിന്നെ ബ്രേക്ക് ആയിരിക്കും. വീട്ടിൽ അച്ഛൻ്റെ കൂടെ ഇരുന്ന് മൂവി കാണും. പിന്നെ ഈവനിങ് ആകുമ്പോൾ അച്ഛൻ ക്രിക്കറ്റ് കളിക്കാനും പോവും. ഞാൻ വിജി മിസ് എന്ന് പറഞ്ഞ മിസ്സിൻ്റെ കൂടെ വാക്കിങ്ങിനും വരും. ഇതാ ഈ കാണുന്ന കുട്ടിപ്പട്ടാളങ്ങളാണ് വൈഗ ആൻഡ് ജുവാന. പിന്നെ ഞാൻ പോയപ്പോൾ അധികവും എല്ലാ ഫ്രൈഡേയ്സിലും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആരെങ്കിലും അടുത്ത വീട്ടിലുള്ളവർ ഒന്നില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് തരും, അല്ലെങ്കിൽ അവരുടെ വീട്ടിലോട്ട് ക്ഷണിക്കുകയാണ് ചെയ്യാറ്. ഇതിപ്പോൾ ഞങ്ങളെ ക്ഷണിച്ചത് അച്ഛൻ്റെ ഒരു സ്റ്റുഡൻറ്റും പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ അച്ഛൻ PTA ഒരു മെമ്പറുമാണ്. പിന്നെ ഉച്ചയ്ക്ക് ആരാ കുക്ക് ചെയ്യാന്നല്ലേ? ഉച്ചയ്ക്ക് അച്ഛൻ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യാറ്. ഞാൻ ജസ്റ്റ് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ കൂടും, പക്ഷെ കുക്കിംഗ് ഒക്കെ അച്ഛൻ തന്നെയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കുന്നത് പോലെ ഇവിടെ ഉള്ളവരുണ്ടാക്കുക റോഷി എന്ന് പറഞ്ഞ ഡിഷാണ്. അതാണ് ഞങ്ങൾ രാവിലെ കഴിക്കാറ്. അത് ഞങ്ങൾ അടുത്തുള്ള വീട്ടിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യാറ്. ബാക്കി ഉച്ചയ്ക്കും രാത്രിയൊക്കെ അച്ഛൻ തന്നെയാണ് കുക്കിംഗ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് അങ്ങനെ ആദ്യമായിട്ട് നട്ട പാതിരയ്ക്ക് ഇവിടെ വന്ന് ഇരുന്നിട്ട് ഓറഞ്ച് കഴിക്കുകയാണ്. ഇതൊക്കെ ഒരു വൈബല്ലേ അച്ഛാ? അതെ അതെ, രാവിലെ നേരത്തെ നേരിട്ടാ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. ഓ നല്ല വൈബാണ്. ഓറഞ്ച് എങ്ങനെയുണ്ട് അച്ഛാ? അടിപൊളി. പിന്നെ ഇവിടെ സ്കൂളിൽ മന്ത്ലി സ്റ്റാഫ് ഗെറ്റ് ടുഗെദർ ഉണ്ടാവാറുണ്ട്. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ച് ലഞ്ച് കഴിക്കും. പിന്നെ ഒരു ദിവസം ഞാനിവിടെ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്നോക്ലിംഗ് ആയിരുന്നു. വന്ദന റെഡി അല്ലേ? റെഡി ഫോർ സ്നോക്ലിംഗ്. ഗ്ലാസ് എങ്ങനെ വെക്കേണ്ട അറിയാലോ. പിന്നെ അണ്ടർ വാട്ടർ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാൻ. വായോണ്ട് പ്രീതി ഡിപ്പ് ചെയ്ത് നോക്കാർക്ക് കാണാണ്ടോണോ വെള്ളത്തിൻ്റെ അടിയിൽ. ഫസ്റ്റ് ഡേ ഞങ്ങൾ വന്നപ്പോൾ നല്ല വേവ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും കാണാനായിട്ട് പറ്റിയില്ല. പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ അച്ഛനെയും കൊണ്ട് റീൽസ് എടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങും. ബീച്ച് സൈഡിലും അങ്ങനെ പല സ്ഥലത്തായിട്ട് റീൽസ് എടുക്കും. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന വീട്.
അതേപോലെ ഇതാ ആ കാണുന്നതാണ് സ്കൂള്. അതുകൊണ്ട് തന്നെ വളരെ അടുത്താണ് വീടും സ്കൂളും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അങ്ങനെ ഒരു മാസം പെട്ടെന്ന് പോയി. അതേപോലെ സ്കൂളിൽ നിന്ന് ചെറിയൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഞാൻ പോകുന്നതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു. I just came here for my 1 month vacation and I got an opportunity to teach students of grade 1 and grade 2 and I'm very happy as this is my first experience in teaching and I am going to miss you all definitely. Thank you my little ones for your love and affection. Thanks to all the teachers for it. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അസംബ്ലിയിൽ ഷെയർ ചെയ്തതാണ്. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം അവർ തന്നിട്ടുള്ള ഗിഫ്റ്റ് എന്താണെന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. ഇപ്പോഴത്തോട് കട്ട് ചെയ്യട്ടെ. എനിക്കൊരു ഹാൻഡ് ബാഗും പിന്നെ 4 മിനി പെർഫ്യൂംസിൻ്റെ സെറ്റുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കിട്ടിയപ്പോൾ ഞാൻ എത്രമാത്രം ഹാപ്പി ആയത് നിങ്ങൾക്ക് എൻ്റെ ഫേസിലെ എക്സ്പ്രഷൻ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഉച്ചയ്ക്ക് പോണതിൻ്റെ തിരക്കിൽ ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം കാണിച്ചില്ലേ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിഹാദും വൈഫും. അപ്പോൾ അവരുടെ വൈഫ് വീട്ടിലോട്ട് വന്നു. അവരൊരു ബോക്സ് നിറയെ സാധനങ്ങൾ തന്നു കേട്ടോ. ഇതിൽ ലോഷൻ, ബോഡി വാഷ്, പിന്നെ 2 ബോട്ടിൽ സ്പ്രേ, പിന്നെ ഷാംപൂ, ഫേസ് വാഷ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ജഗ്ഗും ഗ്ലാസ്സും. എനിക്ക് എല്ലാ ഗിഫ്റ്റും നന്നായി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. നാട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ മാഫുഷി എന്ന് പറഞ്ഞൊരു ഐലൻഡിലും കൂടെ പോയിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.